യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, Hero Jesus, makes us into little heroes. Hero Jesus, Hero Jesus, makes us into little heroes. ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. ഇല്ല, ഞാൻ വരില്ല. ചൊണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എനിക്ക് ചൊണയില്ല. അപ്പോ നിനക്ക് മീനിറച്ചി തിന്നണ്ടേ? വേണ്ട, ഞാൻ ഇന്നു മുതൽ വെജിറ്റേറിയനാ. എന്താ പിങ്കി, എന്താ പ്രശ്നം? മാർജാരൻ കാലത്ത് തന്നെ വേട്ടക്കിറങ്ങിയിരിക്കുന്നു. വേട്ടയ്ക്കോ? അതേന്ന്. ജോഗിങ് ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിചാരിച്ച് ഞാനൊന്ന് കണ്ണടച്ചു. അന്നേരം ഈ പോക്കിന് വിചാരിച്ചു ഞാൻ പേടിച്ചോടുകയാണെന്ന്. പിങ്കി പോയിക്കോ, അവനൊരു അബദ്ധം പറ്റിയതാ. അവനോട് നീ ഇറങ്ങി വിടാൻ പറയടോ. പിങ്കിയോട് ഞങ്ങളല്ലേ പറയുന്നത് പൊക്കോളാൻ. എന്റെ ഫ്രണ്ട്സ് പറയുന്നോണ്ട് തൽക്കാലം ഞാനൊന്ന് ക്ഷമിച്ചു. ഇനി ഹണ്ടിങ് എന്ന് പറഞ്ഞ് എന്റെ പുറകെ വന്നാ നിന്റെ എല്ല് പോലും ബാക്കിയുണ്ടാവില്ല തെമ്മാടി. പിങ്കി പോയി, ഇനിയെങ്കിലും ഒന്ന് താഴെ ഇറങ്ങടാ. അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ, ഒളിച്ചു നിൽക്കും. ഇത്ര പേടിയാണെങ്കിൽ നീ എന്തിനാടാ അവളെ ഓടിച്ചത്? ആ, ഗതി കെട്ടാ പൂച്ച മാനിറച്ചിയും തിന്നും. ഗതി കെട്ടാ പുലി പുല്ലും തിന്നുമെന്നല്ലേ പറയാറുള്ളത്? പുലി പുല്ല് തിന്നോട്ടെ, അതിനെനിക്കെന്താ? പൂച്ചകൾ ദഹനക്കേട് വരുമ്പോൾ മാത്രമാ പുല്ല് തിന്നുന്നത്. നീ വാചകം അടിക്കാതെ പിങ്കി എന്തിനാ ഓടിച്ചെന്ന് പറയടാ. എനിക്ക് വിശന്നിട്ടാ ബെറ്റി, വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല. അയ്യോടാ പാവം, കണ്ണ് കാണാൻ പറ്റാത്തത് കൊണ്ട് പിങ്കി എലിയാണെന്ന് തോന്നിക്കാണും, അതാ ഓടിച്ചത്. മതി കളിയാക്കിയത്. എടാ മണ്ടച്ചാരെ, പിങ്കി എന്നെ തിന്നോടാ എന്ന് പറഞ്ഞ് നിന്ന് തന്നാലും പിങ്കിയുടെ ചെവി പോലും നിനക്ക് തിന്നു തീർക്കാൻ പറ്റുമോ? നിന്റെയൊക്കെ പരിഹാസം കേൾക്കുന്നതിനേക്കാൾ നല്ലത് ആ പിങ്കി എന്നെ ഒറ്റ ചവിട്ടിന് കൊല്ലുന്നതായിരുന്നു. ആ, ഞാൻ പോട്ടെ. എങ്ങോട്ടാ?
സിംഹത്തെ വേട്ടയാടാനോ? അയ്യോ, രക്ഷിക്കണേ, ഈ പൂച്ച എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ, എന്താടാ ഒരു കള്ളച്ചിരി? ഏയ്, ഞാൻ വെറുതെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചതാ. നിനക്ക് ചോറ് വേണോ? മീൻകറിയുണ്ട്. വെറുതെ കൊതിപ്പിക്കരുതേ. ഇല്ലെന്നേ, വാ തിന്നോ. താങ്ക് യു കിട്ടു, താങ്ക് യു വെരി മച്ച്. വന്നല്ലോ കൊതിച്ചി. എനിക്ക് മീൻകറിയുടെ മണം കിട്ടി. ശരി വാ, ഇനി ഞങ്ങൾ ചോറ് സ്കൂളിൽ കൊണ്ടുപോയി തിന്നാലും വയറ് വീർക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓ, ഒരു നേരം കഴിച്ചില്ല വിചാരിച്ച് ചത്തൊന്നും പോവില്ല. വാ നമുക്ക് പോവാം, ബെല്ലടിക്കാറായി. കുട്ടികളെ, നമ്മുടെ സഹജീവികളോടുള്ള സഹാനുഭൂതിയാണ് നമ്മെ നന്മ നിറഞ്ഞവരാക്കുന്നത്. ഞങ്ങളൊരു ചെറിയ കാര്യമല്ലേ ചെയ്തത്? ചെറിയവരായ നിങ്ങൾ ചെറിയ ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ വലിയവർ വലിയ നന്മകളും ചെയ്യേണ്ടതല്ലേ? വേണം. എല്ലാ ഗബ്രിയേൽ മാലാഖ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ദൈവം നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് ചുറ്റുമുള്ളവരെ കാണാനാണ്. അതിനു തയ്യാറാവാതെ നമ്മൾ നമ്മളെ മാത്രം കാണുമ്പോൾ നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. റാഫേൽ മാലാഖ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ശരിയാണ്, ഒരു ധനികനെ ഞങ്ങൾ പരിചയപ്പെടുത്താം. ആരും അവനെ പോലെ ആകാതിരിക്കാൻ ആ കഥ നിങ്ങൾ കേൾക്കണം. കഥ കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടം. ഇട്ടിയച്ചൻ എന്നാണ് ആ ധനികന്റെ പേര്. തന്റെ സഹജീവികളോട് ഒരു തരത്തിലുള്ള ദയയും കാണിക്കാത്ത ഒരു പിഷ്കൻ. ഇതെന്തൊരു തീറ്റയാ മുതലാളി? ആ എല്ലിൻ കഷ്ണങ്ങളെങ്കിലും ബാക്കി വെച്ചാ മതിയായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ ആ കോഴിക്ക് പച്ച വെള്ളം പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് കടിച്ചു മുറിച്ച് തിന്നുന്നത് കണ്ടില്ലേ ദുഷ്ടൻ. നമുക്ക് തിന്നാൻ ഒന്നും തരില്ല. നമ്മളെ തിന്നാനോ വലിയ ആർത്തിയാ. പട്ടിണി കിടന്ന് ചത്ത കോഴിയുടെ ആത്മാവ് മോളിലിരുന്ന് മുതലാളിയെ ശപിക്കുന്നുണ്ടാകും. അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത പിശുക്കൻ. ഒരെല്ലും കഷ്ണമെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഞാൻ വേറും വിഡ്ഢി. എടാ പിശുക്ക, പിശുക്ക, നീ എനിക്ക് എണ്ണ ചുട്ട അപ്പം പോലെയാ ശമ്പളം തരുന്നത്. അത് വീട്ടിൽ കൊണ്ടു ചെന്ന ഒന്നിനും തികയില്ല. അതാ നിന്റെ എച്ചില് തിന്നാൻ വേണ്ടി കൊതിയോടെ കാത്തു നിന്നത്. പക്ഷെ ഈ പാത്രം പോലും നീ നക്കി തുടച്ചില്ലേ? എന്തിനാണ് മണത്ത് നോക്കുന്നത്? ഡൈനിങ് ടേബിൾ തിന്നാൻ പറ്റില്ല. അല്ല, കോഴിച്ചാറ് വീണിട്ടുണ്ടെങ്കില് നക്കി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. നിന്റെ കൈ തന്നെ നക്കി തുടച്ചാ മതി. അതാണല്ലോ നീ എപ്പോഴും ചെയ്യുന്നത്. മമ്മി എന്നെ ഏതോ ഫിഷ് മാർക്കറ്റിലാ പെറ്റിട്ടത്. പച്ചമീൻ തിന്ന് വയറ് കേടാവണ്ടല്ലോന്ന് വിചാരിച്ച് അവിടുന്ന് കടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. ഞാനിവിടെ സുഖിച്ച് കഴിയുവാണെന്നാ മമ്മിയുടെ വിചാരം. എന്റെ ബോസ് ഈ പിശുക്കിന് ഫ്രീ ആയിട്ട് കൊടുത്തതാ. ബോസിനെ കണ്ടെങ്കിൽ ഞാൻ ചോദിച്ചേനെ. ഇതിലും ഭേദം എന്നെ വല്ല പട്ടിപിടുത്തക്കാർക്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇറച്ചിക്കൂട്ടാ തിന്നുന്നത് സ്വപ്നങ്ങളിൽ മാത്രം. ഇവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങി അടിച്ച് നടക്കാതെ വല്ല പറമ്പിലും പോയി എന്തെങ്കിലും കൊത്തിപ്പെറുക്കി തിന്നു കോഴികളെ. അങ്ങനെ വല്ലവന്റെ പറമ്പിലെ ഫുഡടിച്ച് തടി ഓട്ടാൻ ഞങ്ങളെ കിട്ടില്ല. അതെന്താ? തടി വെച്ച് കഴിയുമ്പോൾ മുതലാളിക്ക് തിന്നാനല്ലേ, എല്ല് തിന്നാ മതി. തൊണ്ടയിൽ കുറിഞ്ഞ് കണ്ണു തുറക്കട്ടെ. പിച്ച
ആ ഒരു കാര്യത്തിൽ ഞാനും പൂച്ചയും ഭാഗ്യമുള്ളവരാ. ഞങ്ങളെ പിടിച്ചതില്ല. നമ്മുടെ മുതലാളിയുടെ കാര്യമല്ലേ ചേട്ടായി, ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് നിന്നാ മതി. നീ എന്താടാ അങ്കവാല അങ്ങനെ പറഞ്ഞത്? ഫ്രീ ആയിട്ട് കിട്ടിയ തിരിച്ചു കടിക്കാത്ത എന്തും മുതലാളി തിന്നും. നിന്റെ കരുതൊക്കെ വിളച്ചൊന്നും പറയില്ലടാ കാലൻ കോഴി. അഭയാർത്ഥികളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ടല്ലോ. എന്താ സംസാരിക്കുന്നേ? ഞങ്ങള് നമ്മുടെ മുതലാളിയുടെ അവദാനങ്ങൾ പാടി പുകഴ്ത്തി നടക്കുകയാ ചേച്ചി. എടാ കണ്ടം പൂച്ചേ, കള്ളം പറഞ്ഞ ഒറ്റ കൊട്ടിന് ഞാൻ നിന്നെ കൊല്ലും. അല്ല, കള്ളം പറഞ്ഞതാണെന്ന് ചേച്ചിപ്പണ്ണിനെങ്ങനെ മനസ്സിലായി? എടാ നമ്മുടെ മുതലാളിയെ കുറിച്ച് നല്ലത് പറയുന്ന ആരെങ്കിലും ഈ ഭൂലോകത്തുണ്ടോ മണ്ടച്ചാരെ? ഇതെന്താടി ചേച്ചിപ്പണ്ണെ, നമ്മുടെ മുതലാളി ഇങ്ങനെ ആയിപ്പോയതാ? അതോ ചില ആളുകൾ അങ്ങനെയാ. പണം കുന്നുകൂടും തോറും ആർത്തി കൂടും. നീ നടുക്കടലിൽ നക്കിയെ കുടിക്കുമെന്ന് പറയാറില്ലേ? ഞാനോ? അപ്പൊ ഞാനപ്പോ നടുക്കടലിൽ പോയി? എടാ നായ നടുക്കടലിൽ നക്കിയെ കുടിക്കൂ എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. അല്ല മുതലാളി എന്തിയെ ചേച്ചി? പണപ്പെട്ടിയും തുറന്നു വെച്ച് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കല്ലേ, എപ്പോഴും അതാണല്ലോ പണി. മുതലാളിയെ സമ്മതിക്കണം. അതെന്താടാ? ഞങ്ങളിങ്ങനെ അലമാരയിൽ പൂട്ടി വെക്കുന്നല്ലാതെ മുതലാളി ഒരെണ്ണം പോലും എടുത്ത് ചെലവാക്കുന്നില്ലല്ലോ. എനിക്ക് സമ്പാദിക്കാനേ അറിയൂ, ചെലവാക്കാൻ അറിയില്ല. എന്റെ കാര്യം പോട്ടെ, ഞാൻ പുത്തനാ. പക്ഷെ 100-ന്റെയും 50-ന്റെയും ഒക്കെ നോട്ടുകൾ അതിനകത്തിരുന്ന് പൂത്തു തുടങ്ങി. പൂത്തോട്ടെ, എന്നാലും ഞാൻ ചെലവാക്കില്ല. എനിക്ക് എപ്പോഴും ഇതെടുത്ത് മണത്ത് നോക്കണം, ഉമ്മ കൊടുക്കണം. എന്നാ മുതലാളി ഒരു കാര്യം ചെയ്യും, ചില്ലറ പൈസയെങ്കിലും എടുത്ത് ഭിക്ഷക്കാർക്ക് കൊടുക്ക്. അവരെങ്കിലും ഈ അലമാരിന്ന് രക്ഷപ്പെടട്ടെ. കൊടുക്കില്ല മോനെ, 10 പൈസ പോലും ഞാൻ ആർക്കും കൊടുക്കില്ല. വെറുതെ അല്ല എല്ലാവരും മുതലാളിയെ പിശുക്കൻ എന്ന് വിളിക്കുന്നത്. വിളിച്ചോട്ടെ, ആര് വേണമെങ്കിലും വിളിച്ചോട്ടെ, നീയും വേണേ വിളിച്ചോ. മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പൈസ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പോറ്റി വെക്കാനുള്ളതല്ല, ചെലവാക്കാനുള്ളതാ. ഞാൻ ചെലവാക്കില്ല എന്ന് പറഞ്ഞില്ലേ? നീ പോയി നിന്റെ പണി നോക്കണം. എന്നോട് മുതലാളി പോയിക്കൊള്ളാൻ പറഞ്ഞല്ലോ. ഈ ഉപകാരം ഞാൻ കീറിപ്പോയാലും മറക്കില്ല മുതലാളി. എടാ നീ എങ്ങോട്ടായി പോകുന്നത്? നിക്കടാ അവിടെ. അയ്യോ വിട്, മുതലാളി എന്തിനാ മുതലാളി എന്നെ പിടിച്ചത്? നീ എവിടേക്കാ ഓടുന്നേ? മുതലാളി തന്നെയല്ലേ എന്നോട് പോയി പണി നോക്കാൻ പറഞ്ഞത്. എന്റെ അലമാരിയിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കലാ നിന്റെ പണി. കേറിപ്പോടാ. എടാ പിഷ്ക, നീ എന്തിനാണ് ഞങ്ങളിങ്ങനെ പൂട്ടി വെച്ചിരിക്കുന്നത്? ആർക്കാ പരാതി? ഡയമണ്ട് നെക്ലേസിനോ? നിന്റെ പരാതി ഇപ്പൊ ഞാൻ മാറ്റി തരാടി. നിന്റെ പരാതി എന്താ ഡയമണ്ട് നെക്ലേസ്? ഞങ്ങൾ ആ ജ്വല്ലറിയിൽ ഇരുന്ന് തുരുമ്പ് തിന്നുമ്പോഴാ ബോസ് ഞങ്ങളെ വാങ്ങിയത്. ഇവിടെ വന്നപ്പോ അതിലും കഷ്ടം. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ആഭരണങ്ങൾ അണിയാനുള്ളതാ, അല്ലാതെ പെട്ടിയിൽ പൂട്ടി വെക്കാനുള്ളതല്ല. എടാ മണ്ട, ഞാൻ ഈ ആഭരണങ്ങളെല്ലാം എടുത്ത് അണിഞ്ഞുകൊണ്ട് നടന്ന ഞാൻ ദേവലോകത്ത് നിന്ന് വന്ന ഏതോ ദേവനാണെന്നും പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ കളിയാക്കില്ലേ? മണ്ടൻ. എന്നാ ബോസ് ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെ എടുത്ത് പാവങ്ങൾക്ക് കൊടുക്ക്, പുണ്യം കിട്ടും. അയ്യോടാ, നീ ആള് കൊള്ളാലോടാ ഡയമണ്ട് നെക്ലേസ്. ഒരു തരി പോലും ഞാൻ ആർക്കും കൊടുക്കില്ല. അതിരിക്കട്ടെ, ബോസിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ലോകാവസാനം വന്ന് ഞാൻ ഒഴികെ എല്ലാവരും ചത്തുപോണം. പിന്നെ ഈ ലോകത്തുള്ള ബാങ്കുകളും സ്വർണ്ണക്കടകളും എല്ലാം എനിക്ക് സ്വന്തം. ഓ എന്ത് രസമായിരിക്കും. എന്റെ അവസാനത്തെ ആഗ്രഹം പറയട്ടെ. എന്താടാ? കള്ളന്മാര് വന്ന് ഞങ്ങളെ മോഷ്ടിക്കണം. അങ്ങനെയെങ്കിലും ഈ പിശുക്കന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാലോ.
നിന്നോട് സംസാരിച്ചാലേ എനിക്ക് അറ്റാക്ക് വരും. ദുഷ്ട, നീ പോ. ഉറുമ്പുകളെ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? കണ്ടാൽ അറിയില്ലേ, ഞങ്ങൾ അരിമണികൾ കൊണ്ടുപോകുന്നു. എന്റെ വീട്ടിൽ നിന്ന് അരിമണികൾ എന്തിനാ മോഷ്ടിച്ചത്? അരിച്ചാക്കുകളല്ലല്ലോ മോഷ്ടിച്ചത്, അരിമണികളല്ലേ. പല തുള്ളികളാ പെരുവെള്ളമാകുന്നത്. എടാ പിശുക്ക, ഇത് നിന്റെ വീടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു. മോഷ്ടിച്ചിട്ട് മുട്ടാപ്പോക്ക് പറയുന്നോളാ. ചെറുതായാലും വലുതായാലും മോഷണം മോഷണം തന്നെയാ. എന്നാ നീ ഞങ്ങളെ പോലീസിന് കൊണ്ടുപിടിപ്പിക്കടാ പിശുക്ക. അതെ, ഉറുമ്പുകളെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. അല്ലെങ്കിൽ നീയൊക്കെ ജയിലിൽ കിടന്ന് അഴിയനെ. മനസ്സിലായടാ? ഈ അരിമണികളെല്ലാം എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വയ്ക്കി. വച്ചില്ലെങ്കിൽ ഞങ്ങളെ നീ എന്ത് ചെയ്യും? എന്താ പറയാ? ചവിട്ടിയരച്ചുകളെ ഞാൻ. ഇനി അത് കൊണ്ടുപോയി തിന്നാലും ഞങ്ങൾക്ക് ദഹനക്കേടുണ്ടാകും. ദഹനക്കേട്. വെരി ഗുഡ് മോർണിംഗ്. എന്ത് ഹെൽപ്പ്? കുറച്ച് ബ്ലഡ് തരുമോ? നടക്കില്ല മക്കളെ. നടക്കണ്ട, ചുമ്മാ ഇരുന്നാ മതി, ഞങ്ങൾ കുടിച്ചോളാം. അതല്ല പറഞ്ഞത്, ബ്ലഡ് തരാൻ പറ്റില്ലെന്ന്. എടാ പിള്ളേരെ, ഈ ബ്ലഡ് എന്ന് പറയുന്ന സാധനേ ചുമ്മാ ഉണ്ടാവുന്നതല്ല. നല്ല പോഷകാഹാരം കഴിക്കണം. അതിന് നല്ല പൈസ മുടക്കുണ്ട്. അതുകൊണ്ട് പൈസ തരികയാണെങ്കിൽ നോക്കാം. ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന അങ്കളെ പൈസ? ഞങ്ങള് വല്ല ജോലിക്കും പോകുന്നുണ്ടോ? നിങ്ങളോട് ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് ആരാ അങ്കളെ ജോലി തരുന്നത്? ജോലി ഇല്ലെങ്കിൽ ബ്ലഡും കുടിക്കണ്ട. കുത്തിയ ഓറ്റിയടിക്ക് നീ ചമ്മന്തിയാകും. എന്നാ കടം തരുമോ? ഇന്ന് റൊക്കം, നാളെ കടം. നിങ്ങൾ വാടാ, ഈ പിശുക്കിനോട് സംസാരിച്ചുകൊണ്ടിരുന്നാലേ നമ്മൾ വെള്ളം ഇറങ്ങാതെ ചാവും. സോറി, ബ്ലഡ് ഇറങ്ങാതെ ചാവും. ശരിയാണ്, ഇവന്റെ ചോര നമുക്ക് വേണ്ട. ഇങ്ങനെയുള്ള പിശുക്കന്മാരും ഭൂമിയിലുണ്ടല്ലോ. ഉണ്ടല്ലോ, അതാണല്ലോ ഇട്ടിയച്ഛൻ. എന്നാലും ഇങ്ങനെ ഒരു പിശുക്കനെ കുറിച്ച് ഞാൻ കഥയിൽ പോലും വായിച്ചിട്ടില്ല. ദൈവഭയമില്ലാത്തവർ അതും അതിലപ്പുറവും ചെയ്യും പൊന്നു. ദൈവഭയമില്ലാത്തവർ മരിക്കുമല്ലോ. മരിക്കുമ്പോൾ ദൈവത്തിന്റെ ചോദ്യങ്ങൾക്കും മറുപടി പറയണ്ടേ? അത് തന്നെയാ ഇട്ടിയച്ഛന്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. റാഫേൽ മാലാഖ എന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കേട്ടതിനേക്കാൾ രസമുള്ള കാര്യങ്ങളാ ഇനി ഇട്ടിയച്ഛന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതെന്താ? കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നത് കിട്ടൂ? ഓ, ഈ മാലാഖന്മാര് ഞങ്ങളെ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലും. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഇട്ടിയച്ഛന്റെ വീട്ടിലേക്ക് പോകാം. എല്ലാം നേരിൽ കാണാമല്ലോ. വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല. ഇട്ടിയച്ചാ, ഭരണദൂതനോ? നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വന്നേ? ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്ത് കാര്യം? ഒരു മണിക്കൂർ കൂടിയാണ് ഇട്ടിയച്ഛന്റെ ജീവിതത്തിൽ ഇനി അവശേഷിക്കുന്നത്. ഇതുവരെ ഇട്ടിയച്ഛന്റെ ജീവിതത്തിൽ നന്മകളൊന്നുമില്ല. ഒരു മണിക്കൂറിനുള്ളിൽ
എത്രത്തോളം നന്മകൾ ചെയ്യാൻ കഴിയുന്നോ അത്രത്തോളം നന്മകൾ ചെയ്യുക. അല്ലെങ്കിൽ ഇട്ടിയച്ചൻ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത്. എന്റെ കർത്താവേ, 19 കൊല്ലം കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് 1 മണിക്കൂർ കൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? റോസമ്മേ, എടി റോസമ്മേ. എന്താ മുതലാളി? എടി, നിന്റെ വീട്ടിൽ വലിയ കഷ്ടപ്പാടല്ലേ? അതെ മുതലാളി. നീ ഒരു കാര്യം ചെയ്യും, നിലവറയില് പണപ്പെട്ടികള് ആഭരണ പെട്ടികളെല്ലാം ഇരിപ്പുണ്ട്, അതെല്ലാം നീ എടുത്തോ. ഓ റോസമ്മ, എഴുന്നേൽക്ക്, ബോധം കെട്ട് കിടക്കല്ലേ. നിനക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. എനിക്ക് 1 മണിക്കൂറേ ഉള്ളൂ. ഒന്ന് എഴുന്നേൽക്കടി റോസമ്മ. അയ്യോ, ആരെങ്കിലും വരൂ, ഞാനൊന്ന് സഹായിക്കട്ടെ. അയ്യോ, ആരെങ്കിലും വരൂ. കൂട്ടുകാരാ, നീ ഒന്ന് വീട്ടിലേക്ക് വാ കൂട്ടുകാരാ. അയ്യോ, എന്തിനാ? ഇന്നു മുതൽ നീ ഭിക്ഷക്കാരനല്ല, മുതലാളിയാ മുതലാളി. നിനക്ക് ഞാൻ ഇഷ്ടം പോലെ കാശ് തരാം. അയ്യോ, പിശുക്കന് വട്ടായി പോയേ. അയ്യോ ഓടല്ലേ, നിൽക്ക്, ഞാൻ ഒന്ന് സഹായിക്കട്ടെ. നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരുമോ? എന്തിനാ? എന്റെ വീടും പറമ്പും എല്ലാം നിങ്ങൾക്ക് തരാം. അപ്പൊ ഭിക്ഷക്കാരൻ പറഞ്ഞത് ശരിയാ, ഇട്ടിയച്ചിന് വട്ട് തന്നെ. ഓ അല്ല, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ സ്വബോധത്തോടു കൂടിയാ പറയുന്നത്. ഇട്ടിയച്ചൻ പോകുന്നു അതോ ഞങ്ങൾ പിടിച്ച് ഭ്രാന്താശുപത്രി കൊണ്ടുപോകണോ? ആർക്കെങ്കിലും പണം വേണോ? പണം, സ്വർണം വേണോ? ഡയമണ്ട് നെക്ലേസ് വേണോ? വാ വരൂ, ഇങ്ങോട്ട് വരൂ. ഉറുമ്പുകളെ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അതോ, ഈ അരിമണികളെല്ലാം ഞങ്ങൾ ഉറുമ്പിൻ കൂട്ടിൽ ശേഖരിച്ചു വെച്ചിരുന്നതാ. അതെന്തിനാ ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അന്നത്തെ മുതലാളിയുടെ പിശുക്ക് കണ്ടപ്പോ മുതലാളിയെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി, അതാ. നിങ്ങളുണ്ടില്ലെങ്കിലും മറ്റുള്ളവരെ ഊട്ടണമെന്നാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നുറുമ്പുകളെ, ഞാനിപ്പോ പിശുക്കനല്ല. ഈ ലോകത്തുള്ള എല്ലാ ഉറുമ്പുകളെയും വിളിച്ചുകൊണ്ടുവാ, എല്ലാം എടുത്തുകൊണ്ട് പൊക്കോളൂ. തമാശ പറയല്ലേ മൊയിലാളി. വാടാ പിള്ളാരെ, നമുക്കിതെല്ലാം മൊയിലാളിയുടെ ബസ്തായപ്പുറയിൽ കൊണ്ടുപോയി വെക്കാം. ശരി പേരപ്പ. അയ്യോ, എന്റെ സമയം തീരാറായല്ലോ. ഹലോ, ഒന്ന് നിന്നേ. നിങ്ങൾക്ക് ബ്ലഡ് വേണോ? ബ്ലഡ്? അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പൈസയും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ കുടിച്ചോ പ്ലീസ്. സോറി മുതലാളി, ഞങ്ങള് ബാങ്കിൽ നിന്നാ വരുന്നത്. ബാങ്കിൽ നിന്നോ? അതെ, ബ്ലഡ് ബാങ്കിൽ നിന്ന്. ആരെങ്കിലും ഒന്ന് വാ പ്ലീസ്, ഞാനൊന്ന് സഹായിക്കട്ടെ. ആരെങ്കിലും വരൂ പ്ലീസ്. ഇട്ടിയച്ചാ, നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, എനിക്ക് ആരെയും സഹായിക്കാൻ കഴിഞ്ഞില്ല. ആരും എന്റെ സഹായം സ്വീകരിച്ചില്ല. അയ്യോ, അതിന് നീ തന്നെയാണ് ഉത്തരവാദി. കത്തുന്ന ഗന്ധകപ്പൊയ്ക നിനക്കായി കാത്തിരിക്കുന്നു. വരൂ. മറഞ്ഞിരുന്ന് നിങ്ങൾ കണ്ടതെല്ലാം മറയില്ലാതെ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക. അങ്ങനെ ആരും ഇട്ടിയച്ഛനെ പോലെ ആവാതിരിക്കട്ടെ. കാരണം ഒരാത്മാവ് പോലും നശിച്ചു പോവാൻ ഉണ്ണിയേശു ആഗ്രഹിക്കുന്നില്ല.